ഹായ് ഓൾ, എല്ലാവർക്കും കോപ്പറേറ്റീവ് കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 1086/2026 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാർഡ് ഈസ് പ്രൊവൈഡഡ് ടു PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സ്? അതായത് PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന കാർഡ് ഏതെന്നാണ് ചോദ്യം. സ്മാർട്ട് കാർഡ്, ഗ്രീൻ കാർഡ്, ATM കം ID കാർഡ്, റുപ്പേ ഡെബിറ്റ് കാർഡ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, റുപ്പേ ഡെബിറ്റ് കാർഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന കാർഡ് റുപ്പേ ഡെബിറ്റ് കാർഡാണ്. അപ്പോ പ്രധാനമന്ത്രി ജൻധൻ യോജനയാണ് PMJDY എന്ന് പറയുന്നത്. PMJDY എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇത് ലോഞ്ച് ചെയ്തത് നരേന്ദ്രമോദിയാണ്. 28 ഓഗസ്റ്റ് 2014 ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഡേറ്റ് ഓർത്തിരിക്കുക. 28 ഓഗസ്റ്റ് 2014 ഈ PMJDY എന്ന് പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇന്ത്യയിലെ എല്ലാവർക്കും ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കീമാണ് ഏതെന്ന് പറയുന്നത് PMJDY എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് എല്ലാവരിലേക്കും ബാങ്ക് അക്കൗണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കീം ലോഞ്ച് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക, 28 ഓഗസ്റ്റ് 2014. പിന്നെ ഈ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീറോ ബാലൻസിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. PMJDY സ്കീം പ്രകാരം ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു റുപ്പേ ഡെബിറ്റ് കാർഡും കിട്ടും. പിന്നെ അതുപോലെ ഈ ഒരു അക്കൗണ്ട് ഹോൾഡേഴ്സിന് PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ്, അത് ആദ്യം ഈ സ്കീം ഇറക്കിയ സമയത്ത് 1 ലക്ഷം രൂപയായിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 2 ലക്ഷം, ഇപ്പൊ നിലവിൽ 2 ലക്ഷം രൂപ വരെയാണ് ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. PMJDY സ്കീം പ്രകാരം ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അത് ആപ്ലിക്കബിൾ ആവുന്നത് ഓഗസ്റ്റ് 28, 2018 ശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കാണ് ഈ ഒരു 2 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റ് കിട്ടുന്നത്. ഓക്കെ, ആക്സിഡന്റൽ കവറേജ്, ഇൻഷുറൻസ് കവറേജ് ആ ഒരു ഡേറ്റിന് മുൻപ് ഓപ്പൺ ചെയ്തവർക്കാണെങ്കിൽ 1 ലക്ഷം രൂപയും, ഈ ഓഗസ്റ്റ് 28, 2018 ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കാണെങ്കിൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, അപ്പോ ഈ സ്കീം അനൗൺസ് ചെയ്ത ഡേറ്റും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓഗസ്റ്റ് 15, 2014 ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ഓക്കെ, അനൗൺസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 15 ഓഗസ്റ്റ് 2014. പക്ഷേ നിലവിൽ വന്നത് 28 ഓഗസ്റ്റ് 2014 PMJDY സ്കീം നിലവിൽ വന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റിനൊന്നും യാതൊരു ലിമിറ്റും ഇല്ല. PMJDY അക്കൗണ്ടിൽ ഡെപ്പോസിറ്റിനൊന്നും യാതൊരു ലിമിറ്റും ഇല്ല. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ മൈനറിന് വേണമെങ്കിലും ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. 10 വയസ്സിൽ കൂടുതലുള്ള പ്രായമുള്ള മൈനറിനും ഈ PMJDY അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജിന്റെ കാര്യം ഓർത്തിരിക്കുക. ഈ ഓഗസ്റ്റ് 28, 2018 മുൻപായിരുന്നെങ്കിൽ 1 ലക്ഷം രൂപയും, ഇപ്പോൾ നിലവിൽ അറ്റ് പ്രസന്റ് ആണെങ്കിൽ 2 ലക്ഷം രൂപ വരെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡേറ്റിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്ക് വേണ്ടി. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ RTGS ഈസ് SB അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, FD അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഒള്ളി, SB അക്കൗണ്ട് ഒള്ളി. അപ്പോൾ RTGS നമുക്ക് ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടിലൂടെ നമുക്ക് RTGS ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. SB അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനും RTGS ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ RTGS എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ് RTGS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹൈ വാല്യൂ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് RTGS ഫെസിലിറ്റി എന്ന് പറയുന്നത്. മിനിമം എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയാണ്. മാക്സിമം ലിമിറ്റ് ഇല്ല. മിനിമം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്.
ആ ഡേറ്റ് അതുപോലെ തന്നെ 24/7 ആയത് RTGS ട്രാൻസാക്ഷൻ 24/7 അവൈലബിലിറ്റി ആയി തുടങ്ങിയത് ഡിസംബർ 2020 മുതലാണ് എന്തെന്ന് പറയുന്നത് RTGS ട്രാൻസാക്ഷൻ 24/7 അവൈലബിലിറ്റി ആയി തുടങ്ങിയത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ SB അക്കൗണ്ടും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് എഫ് ഡി അക്കൗണ്ട് ഒരിക്കലും നമുക്ക് RTGS ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം FD എന്ന് പറയുന്നത് ഒരു ലോക്ക്ഡ് അക്കൗണ്ട് ആണ്. ഒരു ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് FD എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിലെ എമൗണ്ട് എടുത്ത് RTGS ചെയ്യാനോ അല്ലെങ്കിൽ നെഫ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നീ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സുകാർ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുവഴിയായിരിക്കും നമ്മൾ RTGS ട്രാൻസാക്ഷൻ അയക്കുന്നതും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതും. ഫണ്ട് റിസീവ് ചെയ്യുന്നതും ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ത്രൂ ആയിരിക്കും നമ്മൾ ഫണ്ട് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഒരു RTGSന്റെ ഫോം ഉണ്ട്. RTGS ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, പക്ഷേ ഓഫ്ലൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് RTGSന്റെ ഒരു ഫോം ഉണ്ട്, ബാങ്കിൽ അവൈലബിൾ ആണ്. അപ്പൊ RTGS ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ ഒരു ചെക്കും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ചെക്കിൽ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ട് ഫോർ RTGS ട്രാൻസാക്ഷൻ എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഈ ചെക്കും അതുപോലെ തന്നെ ഈ ഒരു RTGSന്റെ ഫോമും കൂടെ ഫില്ല് ചെയ്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ എടുക്കുന്നത്. ഓക്കെ, ഓൺലൈൻ അല്ലാതെ നമ്മളിപ്പോൾ ബാങ്ക് കൗണ്ടറിൽ കൊണ്ടുപോയി ക്യാഷ് അല്ല കൊടുക്കുന്നത്, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ബാലൻസ് കട്ട് ചെയ്യുന്നത്. എത്രയാണോ RTGSൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫണ്ട് ടൈം ടു ടൈം ട്രാൻസ്ഫർ ആണ്, ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ട് തന്നെ ട്രാൻസാക്ട് ചെയ്യും. ഓക്കെ, FD ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് SB അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ത്രൂ ആയിരിക്കും RTGS ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനായിട്ടുള്ളൂ. RTGS നെഫ്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ പിന്നെ ചാർജ് ഉണ്ട്. ഓക്കെ, RTGS ട്രാൻസാക്ഷന് 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ 25 രൂപ പ്ലസ് ടാക്സും കൂടെ വരുന്നുണ്ട്. ഓക്കെ, 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ 25 രൂപയും പ്ലസ് ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എബോവ് 5 ലാക്ക് ആണെങ്കിൽ 50 റുപ്പീസ് പ്ലസ് ടാക്സ് വരും. ഓക്കെ, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 50 രൂപയും പ്ലസ് ടാക്സും കൂടെ വരും. അപ്പൊ ഈ ചാർജും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദ്യം. IDBI, RRB, നബാർഡ്, SBI. ഏതാണ് ആൻസർ വരുന്നത്? നബാർഡാണ്. ഓക്കെ, റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നബാർഡാണ്. അപ്പോൾ ഒരു റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് ലോൺ കൊടുക്കത്തില്ല. ഒരു റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പബ്ലിക്കിന് ലോൺ കൊടുക്കത്തില്ല. അതിന് പകരം ഈ പബ്ലിക്കിന് ലോൺ കൊടുക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഫണ്ട് കൊടുത്ത് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഡയറക്റ്റ് പബ്ലിക്കിന് അസിസ്റ്റൻസ് കൊടുക്കത്തില്ല, പകരം മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഫണ്ട് നൽകി സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത് റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നബാർഡാണ്. ഓക്കെ, അപ്പൊ നബാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡിന്റെ ഫുൾ ഫോം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ട് നമ്പർ ചോദിക്കുവാണെങ്കിൽ ആക്ട് നമ്പർ 61 ആണ്. നബാർഡിന്റെ ആക്ട് നമ്പർ എന്ന് പറയുന്നത് 61 ആണ്. നബാർഡ് ആക്ട് വന്നത് 1981 ഓക്കെ, 1981 ആക്ട് വന്നത്. ആക്ട് നമ്പർ എന്ന് പറയുന്നത് 61 ആണ്. ഇനി നബാർഡ് നിലവിൽ വന്നത് 12th ജൂലൈ 1982 12th ജൂലൈ 1982 നബാർഡ് നിലവിൽ വന്നത്. ഓക്കെ, ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore ആണ്. ഓക്കെ, നബാർഡിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore ആണ്. ഇപ്പൊ നബാർഡ് വന്ന ഡേറ്റ് ഓർത്തിരിക്കുക, 12th ജൂലൈ 1982.
പിന്നെ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നതും നബാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത് നബാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത് നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. ഏത് വർഷമാണ്? 1992 SHG നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡ് 1992 പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മിറ്റി ഉണ്ട്, നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട്. ഏത് കമ്മിറ്റിയാണ്? ക്രാഫിക്കാർഡ് കമ്മിറ്റി. ക്രാഫിക്കാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്, ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് B ശിവരാമനാണ്. ഓക്കെ, നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക്കാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നബാർഡിന് എത്ര റീജിയണൽ ഓഫീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 31 റീജിയണൽ ഓഫീസാണ് നബാർഡിനുള്ളത്. ഓക്കെ, നബാർഡിന് എത്ര റീജിയണൽ ഓഫീസാണുള്ളത്? 31 റീജിയണൽ ഓഫീസാണ് ഉള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കോർപ്പറേഷനിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. B ശിവരാമനാണ് ചെയർമാൻ എന്ന് പറയുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത് നബാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോൺ ഓവർ ഡ്യൂ കവർ എന്ന് പറയുന്നത് നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1992 എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ നബാർഡ് എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയാണ്? അതെന്ന് പറയുന്നത് വ്യാസ് കമ്മിറ്റിയാണ്. ഓക്കെ, 2000 അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി എന്ന് പറയുന്നത്. എക്സ്പേർട്ട് കമ്മിറ്റി, നബാർഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാസ് കമ്മിറ്റിയാണ്. പിന്നെ KCC സ്കീം, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1998 നബാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നബാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1998 ഓക്കെ, നബാർഡിന് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റ് ആണ് നബാർഡിനുള്ളത്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, വികാസ് വോളണ്ടിയർ വാഹിനി ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നബാർഡിന്റെ ഒരു ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ആണ് ഗ്രാമീയ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമീയ എന്ന് പറയുന്നത് നബാർഡിന്റെ ഒരു ഹാഫ് ഇയർലി പബ്ലിക്കേഷൻ ആണ് ഗ്രാമീയ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 172 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 172 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡീൽസ് വിത്ത് ഹൈപ്പോത്തിക്കേഷൻ, പ്ലഡ്ജ്, ലീന്, മോർട്ടിഗേജ്. ഇവിടെ ആൻസർ ഓപ്ഷൻ B ആണ്, പ്ലഡ്ജ്. ഓക്കെ, ഇതെല്ലാം മോഡ്സ് ഓഫ് ചാർജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, പ്ലഡ്ജ് എന്ന് പറയുന്നത്, പ്ലഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. ഗോൾഡ് ലോണിന്റെ കേസ് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഗോൾഡ് പണയം വെക്കുന്നത് ഓർത്തിരുന്നാൽ മതി പ്ലഡ്ജിന്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പ്ലഡ്ജ് ദ ലെൻഡർ ഹോൾഡ് ഓൺ ടു എ സർട്ടൻ ഗുഡ്സ് ഓർ ഐറ്റം സച്ച് ആസ് ഗോൾഡ്, സ്റ്റോക്ക് ഓർ സർട്ടിഫിക്കറ്റ് till the time the borrower makes the complete payment of the loan amount. അതായത് ഒരു ബോറോവർ ഇപ്പൊ ഗോൾഡ് വെച്ചിട്ട് കുറച്ച് പൈസ കടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൈസ തന്നു തീർക്കുന്നത് വരെ ബാങ്കിന് ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോഴും ഓണർഷിപ്പ് ആരുടെ കയ്യിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബോറോവറിന്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ പ്ലഡ്ജറിന്റെ കയ്യിലായിരിക്കും. ബോറോവർ എന്ന് പറയുന്നതാണ് പോണർ എന്നും അറിയപ്പെടും, പ്ലഡ്ജർ എന്നും അറിയപ്പെടും. ഓക്കെ, പോണർ എന്നും അറിയപ്പെടും, പ്ലഡ്ജർ എന്നും അറിയപ്പെടും. ലെൻഡർ ആണ് പോണി അല്ലെങ്കിൽ പ്ലഡ്ജി എന്ന് പറയുന്നത്. ലെൻഡർ ആണ് പോണി അല്ലെങ്കിൽ പ്ലഡ്ജി എന്ന് പറയുന്നത്. ഓക്കെ, പൊസഷൻ എപ്പോഴും ആരുടെ കൈവശമായിരിക്കും? പ്ലഡ്ജിന്റെ കൈവശമായിരിക്കും. അതായത് ബാങ്കിന്റെ കൈവശമായിരിക്കും ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ. കൈവശാവകാശം എന്ന് പറയുന്നത് ബാങ്കിന്റെ കയ്യിലായിരിക്കും. പക്ഷെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോഴും ഓണറിന്റെ അഥവാ പ്ലഡ്ജർ അല്ലെങ്കിൽ പോണറിന്റെ കൈവശമായിരിക്കും ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൈപ്പോത്തിക്കേഷൻ, ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി, വെഹിക്കിൾ ലോണൊക്കെ എടുക്കുമ്പോഴത്തേക്കാണ് ഹൈപ്പോത്തിക്കേഷൻ വരുന്നത്. പിന്നെ ലീൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി, ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി നമുക്ക് ആ ഒരു ഡെപ്റ്റ് തീരുന്നത് വരെ ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് ലീൻ എന്ന് പറയുന്നത്. മോർട്ടിഗേജ് ആണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലാൻഡ് ഒക്കെ വരുന്ന എല്ലാം പ്രോപ്പർട്ടീസും വരുന്നത് മോർട്ടിഗേജിലാണ്. ഓക്കെ, മൂവബിൾ ആണെങ്കിൽ ഹൈപ്പോത്തിക്കേഷനും, ഇമ്മൂവബിൾ ആണെങ്കിൽ മോർട്ടിഗേജും ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് ഇൻ ദ കേസ് ദ ബോറോവർ ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെന്റ് ഓൺ ദ ടൈം ദ ലെൻഡർ ക്യാൻ ദെൻ പ്രൊസീഡ് ടു
സെൽ ഓഫ് ദോസ് ഐറ്റംസ്. അതായത് ഇപ്പോൾ ആ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ, പേയ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വിൽക്കാനുള്ള അധികാരം ബാങ്കിനുണ്ട്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിൽ ബോറോവർ ഫെയിലായി കഴിഞ്ഞാൽ, ആ ഒരു എമൗണ്ട് പേ ചെയ്യാൻ ഫെയിലായി കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി വിറ്റെടുക്കാനുള്ള അധികാരവും ആ ബാങ്കിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഗ്രാമീൺ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഇത് PYQ ആണ്, റിപ്പീറ്റഡ് PYQ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, കേരള ഗ്രാമീൺ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 2013. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് 2013. ഓക്കെ, കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് ഒരു റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലപ്പുറത്താണ്. ഓക്കെ, കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് ഗ്രാമീൺ ബാങ്ക് അല്ല, ഗ്രാമീണ ബാങ്ക്. പഴയ പേരായിരുന്നു ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോ കേരള KGB അറിയപ്പെടുന്നത് കേരള ഗ്രാമീണ ബാങ്ക് എന്നാണ്. ഓക്കെ, അപ്പോ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലപ്പുറത്താണ്. ഈ കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത്, അതായത് ഫോം ചെയ്തത്, 2 RRBനെ മെർജ് ചെയ്തുകൊണ്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത്. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും അതുപോലെ തന്നെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും കൂടെ ചേർന്നാണ് മെർജ് ചെയ്തിട്ടാണ് 8 ജൂലൈ 2013 KGB ഫോം ചെയ്തത്. അപ്പോൾ ഡേറ്റ് ഓർത്തിരിക്കുക, 8 ജൂലൈ 2013 ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ 8 ജൂലൈ 2013 KGB ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മലപ്പുറത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ KGBനെ സ്പോൺസർ ചെയ്യുന്നത് കാനറ ബാങ്ക് ആണ്. ഓക്കെ, കാനറ ബാങ്ക് ആണ് KGBനെ സ്പോൺസർ ചെയ്യുന്നത്. മറ്റ് RRBനെ പോലെ തന്നെ ഗവൺമെന്റ് ഇവിടെ ഷെയർ ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 50:15:35 ആണ്. അപ്പൊ അതില് 50% എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, 15% എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്, 35% എന്ന് പറയുന്നത് സ്പോൺസേഡ് ബാങ്ക് ആയ കാനറ ബാങ്ക് ആണ് 35% ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ 15%. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50% എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, 15% എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്, 35% എന്ന് പറയുന്നത് സ്പോൺസേഡ് ബാങ്ക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ KGB എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ സെക്ടറിന്, അതേപോലെ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസിന്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഹൗസിങ്ങിന്, മൈക്രോ ക്രെഡിറ്റ്, വീക്കർ സെഷൻ എല്ലാം അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ KGB ഇപ്പോൾ നെയിം ചേഞ്ച് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. October 23, 2025 നെയിം ചേഞ്ച് ചെയ്തത്. ഓക്കെ, KGBയുടെ നെയിം റീനെയിം ചെയ്തത് October 23, 2025. ഓക്കെ, അപ്പൊ അന്ന് മുതലാണ് കേരള ഗ്രാമീണ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ മൊബൈൽ ആപ്പിന്റെ പേരാണ് KGB ഇൻഫിയും, അതേപോലെ ഡിജി KGBയും. ഓക്കെ, KGB ഇൻഫി, INFI, KGB ഇൻഫിയും, അതുപോലെ തന്നെ ഡിജി KGB എന്ന് പറയുന്നതും മൊബൈൽ ബാങ്കിങ് ആപ്പാണ്. കേരള ഗ്രാമീൺ ബാങ്കിങ്ങിന്റെ മൊബൈൽ ബാങ്കിങ് ആപ്പാണ് ഈ പറഞ്ഞ 2 ഓക്കെ, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മൊബൈൽ പാസ്ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡിജി KGB എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു KGB സൂര്യ ലോൺ എന്ന് പറയുന്നത് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ് KGB സൂര്യ ലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An example of foreign bank. HSBC, Barclays Bank, BNP Paribas, all of the above. താഴെ തന്നിരിക്കുന്നതിൽ ഫോറിൻ ബാങ്കിന് എക്സാമ്പിൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 ബാങ്കുകളും ഫോറിൻ ബാങ്ക് ആണ്. ഇപ്പോൾ ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത് foreign bank are bank that are incorporated in a foreign country but operate in India through branch office or wholly owned subsidiaries. അതായത് ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ ബ്രാഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഓഫീസ് ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫോറിൻ കൺട്രീസിലായിരിക്കണം,
അപ്പോൾ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോറിൻ കൺട്രീസിലായിരിക്കണം. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാം, ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ്, ആ ഒരു ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോറിൻ കൺട്രീസിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫീസ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ബാങ്കിനെയാണ് ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയിൽ അങ്ങനെ ഒരു ബാങ്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ RBIയുടെ കണ്ടീഷൻസ് ഫോളോ ചെയ്തിരിക്കണം. RBIയുടെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഈ ഫോറിൻ ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ HSBC എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ 2025 കണക്ക് പ്രകാരം ഒരു 45 ഫോറിൻ ബാങ്കോളം ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 2025 കണക്ക് പ്രകാരമാണ് 45 ഫോറിൻ ബാങ്ക്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫോറിൻ ബാങ്ക്സിന് എക്സാമ്പിൾ ആണ് സിറ്റി ബാങ്ക്, HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ഡച്ച് ബാങ്ക്, അതേപോലെ ബർക്ലൈസ് ബാങ്ക്. ഇതെല്ലാം ഫോറിൻ ബാങ്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഫോറിൻ ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ RBIയുടെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഫോളോ ചെയ്താൽ മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പറ്റൂ. അപ്പൊ HSBCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് HSBCയുടെ ഫുൾ ഫോം. ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് HSBCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ HSBCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടനിലാണ്. HSBCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടനിലാണ്. HSBC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം കൂടെ ഓർത്തിരിക്കുക, 1865 ഓക്കെ, 1865 HSBC ബാങ്ക് ഫോം ചെയ്തത്. ഓക്കെ, ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് HSBCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1865 1865 എസ്റ്റാബ്ലിഷ് ചെയ്തത്. HSBC എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1865 HSBC എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ബർക്ലൈസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ലണ്ടനിലാണ്. ബർക്ലൈസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ലണ്ടനിലാണ്. അതൊരു ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ യൂണിവേഴ്സൽ ബാങ്ക് ആണ് ഈ പറഞ്ഞ ബർക്ലൈസ് ബാങ്ക് എന്ന് പറയുന്നത്. ബർക്ലൈസ് ബാങ്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ യൂണിവേഴ്സൽ ബാങ്ക് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടനിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് BNP പരിബാസ് എന്ന് പറയുന്നത്. BNP പരിബാസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസിലാണ്. അപ്പൊ HSBCയും ബർക്ലൈസ് ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലണ്ടനിലും BNP പരിബാസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പാരീസിലാണ്. ഓക്കെ, അത് യൂറോപ്യൻ ഇന്റർനാഷണൽ ബാങ്കിങ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 2000 സ്റ്റാർട്ട് ചെയ്തത്. BNP പരിബാസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് 2000 യൂറോപ്യൻ ഇന്റർനാഷണൽ ബാങ്കിങ് ഗ്രൂപ്പാണ് BNP പരിബാസ് സ്റ്റാർട്ട് ചെയ്തത്. ബർക്ലൈസ് ബാങ്ക് ആണെങ്കിൽ ഒരു ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ യൂണിവേഴ്സൽ ബാങ്ക് ആണ് ഈ ബർക്ലൈസ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഫോറിൻ ബാങ്ക് നമ്മൾ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, സിറ്റി ബാങ്ക്, DBS ബാങ്ക്. ഇതെല്ലാം ഫോറിൻ ബാങ്കിന് എക്സാമ്പിൾ ആണ്. അതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹൈ level of NPA indicates dash to a bank. A high level of NPA indicates dash to a bank. Poor credit management, asset quality, capital adequacy, liquidity. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്, പുവർ ക്രെഡിറ്റ് മാനേജ്മെന്റ്. പുവർ ക്രെഡിറ്റ് മാനേജ്മെന്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. NPA കുറിച്ചൊന്നും ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, നമ്മൾ 2-3 ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ലോണ് ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട് ഓവർഡ്യൂ ആവുന്നത് 90 ഡേയ്സിന് എബവ് ആണെങ്കിൽ അതിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ഓഫ് NPA റെഡ്യൂസ് ദ പ്രോഫിറ്റബിലിറ്റി ബിക്കോസ് ബാങ്ക്സ് മസ്റ്റ് മേക്ക് ലാർജ് പ്രൊവിഷൻ ഫോർ പൊട്ടൻഷ്യൽ ലോസ് അഫക്റ്റിംഗ് ദെയർ ഓവറോൾ ഏർണിങ്സ്. അതായത് ഇപ്പോ ബാങ്കിനെ സംബന്ധിച്ച് അവർ ഒരു ഹൈ ലെവൽ NPA ആണെങ്കിൽ, NPA എന്ന് പറയുന്നത് കിട്ടാക്കടം, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ആ ഒരു എമൗണ്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോറോവേഴ്സ് കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ചെയ്യത്തില്ല, ആ ഒരു എമൗണ്ട് റീപേ ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്രെഡിറ്റ് മാനേജ്മെന്റിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. കാര്യം ഇപ്പോൾ ഒരു ലോൺ കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രോഫിറ്റബിലിറ്റി കുറയും, ബാങ്കിനെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി കുറയും. അതുപോലെ തന്നെ പ്രൊവിഷൻസ് ഒരുപാട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ NPAയുടെ
എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഓരോ ബോറോവേഴ്സും ലോൺ എടുത്തിട്ട് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ ലിക്വിഡിറ്റി അതേപോലെ പ്രോഫിറ്റബിലിറ്റിനെ എല്ലാം ബാധിക്കും. കാര്യം അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതെല്ലാം പ്രൊവിഷനായിട്ട് മാറ്റി വെക്കേണ്ടി വരും ഈ NPA ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. അപ്പൊ അതുവഴി അവരുടെ ഓവറോൾ ഏർണിങ്സിനെയും അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ when the loans are not being repaid, the bank cash flow disrupt ചെയ്യും. അതായത് കൃത്യസമയത്ത് ലോണുകളൊന്നും തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വരുമാനം കുറയും, ക്യാഷ് ഫ്ലോ കുറയും. കാര്യം എല്ലാ എമൗണ്ടും എടുത്ത് പ്രൊവിഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാങ്കിന്റെ ഫംഗ്ഷനിങ്ങിനെ തന്നെ ഒരുപാട് ബാധിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്റേണൽ മാനേജ്മെന്റിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹൈ ലെവൽ NPA ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പുവർ ക്രെഡിറ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഹൈ ലെവൽ NPA വരുന്നത്. അതായത് ലോൺ കൊടുക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് കസ്റ്റമറിന്റെ റീപേയിങ് കപ്പാസിറ്റി കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ ബാങ്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതിൽ വരുന്ന ഒരു വീഴ്ചയാണ് എന്തെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു NPA കൂടിക്കൊണ്ടിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. പുവർ ക്രെഡിറ്റ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോണ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ കസ്റ്റമേഴ്സിന്റെ സിബിൽ സ്കോർ എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് അവരുടെ റീപേയിങ് കപ്പാസിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ലോൺ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതിൽ വരുന്ന ബാങ്കിന്റെ ഗുരുതര വീഴ്ചയാണ് എന്തെന്ന് പറയുന്നത് ഈ പുവർ ക്രെഡിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ NPA ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റബിലിറ്റി കുറയും, അതേപോലെ തന്നെ ബാങ്കിന്റെ ലിക്വിഡിറ്റിയെയും അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഓർഗനൈസേഷൻ വിച്ച് ഡെവലപ്പ് UPI. UPI ഡെവലപ്പ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ്? താഴെ പറഞ്ഞിരിക്കുന്നതിൽ NPCI ആണ്. ഓക്കെ, NPCI ആണ് UPI ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ UPI കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തി തരാം. UPI എന്ന് പറയുന്നത് UPI സ്റ്റാൻഡ്സ് ഫോർ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ് UPI എന്ന് പറയുന്നത്. UPI ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് April 11, 2016. April 11, 2016 UPI ലോഞ്ച് ചെയ്തത്. ഓക്കെ, UPIയുടെ ഫുൾ ഫോം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നാണ് UPIയുടെ ഫുൾ ഫോം. UPI ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് April 11, 2016 UPI ലോഞ്ച് ചെയ്തത്. It is an instant payment system that allows users to transfer money between bank account instantly through a single mobile app. അതായത് ഒരു സിംഗിൾ മൊബൈൽ ആപ്പ് വഴി നമുക്ക് പേയ്മെന്റ് ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ നമുക്ക് UPI ID ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ QR കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ IFSC കോഡോ ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല. ഇത് ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. NPCI എന്ന് പറയുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് NPCI എന്ന് പറയുന്നത്. ഓക്കെ, NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. റിസീവിംഗ് മണി വയ എ വിർച്വൽ പേയ്മെന്റ് അഡ്രസ് ഓർ UPI ID വിത്തൗട്ട് നീഡ് ഫോർ ട്രഡീഷണൽ ബാങ്ക് ഡീറ്റെയിൽസ്. അതായത് ട്രഡീഷണൽ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് UPI ID അല്ലെങ്കിൽ VPA എന്ന് പറയും, വിർച്വൽ പേയ്മെന്റ് അഡ്രസ് വഴി നമുക്ക് പൈസ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുമായിട്ട് പറ്റും. ഓക്കെ, റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമാണ് ലോഞ്ച് ചെയ്തത് NPCI ആണ്. ഡേറ്റ് ഓർത്തിരിക്കുക, 11 April 2016 ആണ്. അതുപോലെ തന്നെ 24/7 ആണ്, 365 days നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് മൊബൈൽ നമ്പർ യൂസ് ചെയ്തും പറ്റും. അതുപോലെ തന്നെ QR കോഡ് അല്ലെങ്കിൽ VPA വിർച്വൽ പേയ്മെന്റ് അഡ്രസ് ആണ് VPA എന്ന് പറയുന്നത്. VPA തന്നെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് UPI ID എന്ന് പറയുന്നത് VPA-നെയാണ്, വിർച്വൽ പേയ്മെന്റ് അഡ്രസ്സിനെയാണ് VPA എന്ന് പറയുന്നത് അല്ലെങ്കിൽ UPI ID എന്ന് പറയുന്നത്. ഇപ്പോൾ UPI ID യൂസ് ചെയ്ത് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട് നമ്പർ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ QR കോഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് UPI പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ UPI പേയ്മെന്റ് UPI റെഗുലേറ്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? RBI ആണ്. ഓക്കെ, UPI ഡെവലപ്പ് ചെയ്തത് NPCI ആണ്. പക്ഷേ UPI പേയ്മെന്റുകളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. UPI, BHIM അങ്ങനെ എല്ലാ പേയ്മെന്റ് മെത്തേഡിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ്. UPI ഡെവലപ്പ് ചെയ്തത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഡെവലപ്പ് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ UPI റെഫറൻസ് നമ്പർ എത്ര ഡിജിറ്റ് ആണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. UPI റെഫറൻസ് നമ്പർ എത്രയാണ്? ട്രാൻസാക്ഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ഡിജിറ്റ് കോഡാണ്.
UTR നമ്പർ എന്ന് പറയും. ഓക്കെ, UPI റെഫറൻസ് നമ്പർ എത്ര ഡിജിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഡിജിറ്റ് കോഡാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ UPIന്റെ ലിമിറ്റ് ഓർത്തിരിക്കുക. UPIന്റെ ലിമിറ്റ് 1 lakh ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ യൂസറിനാണെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂർ നമുക്ക് 5000 രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റൂ. UPI നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ 24 മണിക്കൂർ 5000 രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റാൻഡേർഡ് ഡെയിലി ലിമിറ്റ് എന്ന് പറയുന്നത് 1 lakh റുപ്പീസ് ആണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് 5 ലക്ഷം രൂപ വരെ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ടാക്സ് പേയ്മെന്റ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് സെറ്റിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെ ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നോർമലി സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. എക്സംപ്ഷൻ കേസ് ആണ് ഈ ടാക്സ് പേയ്മെന്റ്, അതേപോലെ തന്നെ പേയ്മെന്റ് ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഹോസ്പിറ്റലിനൊക്കെ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിന് എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ട്രാൻസാക്ഷൻ കൗണ്ട്, എത്ര ട്രാൻസാക്ഷൻ ഒരു ദിവസം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ 20 കൗണ്ട് വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് പല ബാങ്കിനും പല രീതിയാണ്. ബേസിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് ട്രാൻസാക്ഷൻ കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ആണ്. ഓക്കെ, പിന്നെ ന്യൂ യൂസറിന്റെ ലിമിറ്റ് ഓർത്തിരിക്കുക. ഫസ്റ്റ് 24 hours എന്ന് പറയുന്നത് 5000 രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, പിന്നെ ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് UPI ATM ലോഞ്ച് ചെയ്ത ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഓക്കെ, ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ടു ലോഞ്ച് UPI ATM ലോഞ്ച് ചെയ്ത ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ UPI കുറിച്ച് പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MSME ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ വിച്ച് ക്രൈറ്റീരിയ ആസ് പെർ ലേറ്റസ്റ്റ് നോംസ്? ഓക്കെ, MSME ക്ലാസിഫൈ ചെയ്യുന്നത് ഏതിന്റെ ബേസിലെന്നാണ് ചോദ്യം. ഓക്കെ, MSME ക്ലാസിഫൈ ചെയ്യുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ ടേൺ ഓവറിന്റെ ബേസിലാണ് MSME ക്ലാസിഫൈ ചെയ്യുന്നത്. MSME എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് ആണ് MSME എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെയും ടേൺ ഓവറിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് പുതിയ അപ്ഡേറ്റ് ആണ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 2.5 crore ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് അപ് ടു 10 crore ആയിരിക്കണം. ഓക്കെ, ഒരു മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ MSME എന്ന് പറയുന്നത് മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് ആണ്. അതിൽ മൈക്രോ എന്റർപ്രൈസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് അപ് ടു 2.5 crore ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് അപ് ടു 10 crore ആയിരിക്കും. ഓക്കെ, അതുപോലെ സ്മാൾ എന്റർപ്രൈസ് ആണെങ്കിൽ അപ് ടു 25 crore ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് അപ് ടു 100 crores ആയിരിക്കും. ഇനി മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഇക്വിപ്മെന്റ് എന്ന് പറയുന്നത് അപ് ടു 125 crore ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് അപ് ടു 500 crore ആയിരിക്കും മീഡിയം എന്റർപ്രൈസിന്റെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് എന്ന് പറയുന്നത് MSME ആക്ട് വന്ന വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 MSME ആക്ട് വന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, MSME ആക്ട് വന്നത് 2006 പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗാർണിഷി ഓർഡർ ഈസ് ജനറലി യൂസ്ഡ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് മണി, ഇൻട്രസ്റ്റ്, ഗോൾഡ് ആൻഡ് ഡോക്യുമെന്റ്, മൂവബിൾ പ്രോപ്പർട്ടി. ഗാർണിഷി ഓർഡർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഏതൊക്കെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഡെപ്റ്റ് ആൻഡ് മണി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഗാർണിഷി ഓർഡർ വഴി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഡെപ്റ്റ് അതേപോലെ മണിയാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്.
ഓക്കെ. അപ്പൊ ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് ഇഷ്യൂഡ് ബൈ സിവിൽ കോർട്ടാണ്. അപ്പൊ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ കോർട്ടാണെന്ന് പറയുന്നത്. ഓക്കെ, ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ കോർട്ടാണ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് റൂൾ 46 ഓഫ് ഓർഡർ 21 ഓഫ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908. ഓക്കെ. അപ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം റൂള് 46ഉം ഓർഡർ നമ്പർ 21 പ്രകാരമാണ് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ദ ടേം ഗാർണിഷ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ഗാർണിയർ വിച്ച് മീൻസ് ടു വാൺ ഓർ ടു പ്രിപ്പയർ. അപ്പൊ ഗാർണിഷ് ഓർഡറിൽ ഗാർണിഷ് എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡാണ്. ഗാർണിയർ വിച്ച് മീൻസ് ടു വാൺ ഓർ ടു പ്രിപ്പയർ എന്നാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാർണിഷ് ഓർഡറിൽ എത്ര പാർട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പാർട്ടീസ് ആണ് ഉള്ളത്. ഓക്കെ, ഗാർണിഷ് ഓർഡറിൽ 3 പാർട്ടീസ് ആണ് ഉള്ളത്. അപ്പോൾ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ നമ്മൾ പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്ററിന് കോടതി വഴി ഒരു ഉത്തരവ് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും. ആ ഒരു പൈസ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോടതി വഴി ഒരു പ്രൊസീജിയർ മൂവ് ചെയ്യാം. അതിനെയാണ് ഗാർണിഷി ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഗാർണിഷി ഓർഡറിൽ 3 പാർട്ടീസ് ആണ് ഉള്ളത്. ഗാർണിഷി ഓർഡറിൽ 3 പാർട്ടീസ് ആണ് ഉള്ളത്. ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ, ജഡ്ജ്മെന്റ് ഡെപ്റ്റർ, ഗാർണിഷി. ഓക്കെ, ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ ഉണ്ടായിരിക്കും, ജഡ്ജ്മെന്റ് ഡെപ്റ്റർ, ഗാർണിഷി. ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണം കടം കൊടുത്ത വ്യക്തിയെയാണ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ആ പൈസ കടം വാങ്ങിച്ച ആരാണോ അയാളാണ് ജഡ്ജ്മെന്റ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഗാർണിഷിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ എന്ന് പറയുന്നത്. അത് തേർഡ് പാർട്ടി ആയിരിക്കും, വിച്ച് ഹോൾഡ് ദ മണി. പൈസ കൈവശം വെക്കുന്ന ആരാണോ അയാളെയാണ് ഗാർണിഷി എന്ന് പറയുന്നത്. അത് മോസ്റ്റ് ഓഫ് ദ കേസിൽ ബാങ്ക് ആയിരിക്കും ഗാർണിഷി എന്ന് പറയുന്നത്. അപ്പോൾ ഗാർണിഷി ഓർഡറിൽ ഗാർണിഷി എന്ന് പറയുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ആണ്. ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ എന്നും ഗാർണിഷിയെ അറിയപ്പെടും. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഗാർണിഷി ഓർഡറിൽ എത്ര സ്റ്റേജസിലാണ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റേജസിലൂടെയാണ്. ഓക്കെ, ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് 2 സ്റ്റേജിലൂടെയാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ നിസിയും, സെക്കൻഡ് ഓർഡർ അബ്സല്യൂട്ടും. അപ്പൊ 2 സ്റ്റേജസിലൂടെയാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ നിസിയും, സെക്കൻഡ് എന്ന് പറയുന്നത് ഓർഡർ അബ്സല്യൂട്ടും. പിന്നെ ജഡ്ജ്മെന്റ് ഡെപ്റ്ററിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഏത് സെക്ഷനിലെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 10 സിവിൽ പ്രൊസീജിയർ കോഡ് ആക്ടില് സെക്ഷൻ 2 സബ്സെക്ഷൻ 10 ജഡ്ജ്മെന്റ് ഡെപ്റ്ററിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗാർണിഷി ഓർഡർ 2 സ്റ്റേജസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓർഡർ നിസി എന്ന് പറയുന്നത് ബാങ്കിനോട് പറയും ആ ഒരു അക്കൗണ്ടിലെ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്യാനായിട്ട് പറയും. അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനായിട്ട് പറ്റും. പൈസ ആ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ബാങ്കിനോട് പറയും ആ ഒരു അക്കൗണ്ടിലെ പേയ്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. നിസിയുടെ മീനിങ് എന്ന് പറയുന്നത് അൺലെസ് ആണ്. ഇപ്പൊ നിസിയുടെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ അൺലെസ് എന്നാണ്. പിന്നെ നമ്മൾ രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്നതാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ബാങ്കിന്റെ റെസ്പോൺസ് റിസീവ് ചെയ്തതിന് ശേഷം കോർട്ട് ഡയറക്റ്റ് ചെയ്യും. ബാങ്കിന്റെ അടുത്ത് പറയും ആ എമൗണ്ട് ഒന്നുകിൽ കോർട്ടിന് പേയ്മെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ക്രെഡിറ്ററിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് കോടതി ഉത്തരവിടും. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ സ്റ്റോപ്പ് പേയ്മെന്റിനെയാണ് ഓർഡർ നിസി എന്ന് പറയുന്നത് അൺലെസ് എന്നാണ് മീനിങ്. രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്നതാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ആ ഒരു ബാങ്ക് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഡയറക്റ്റ് ചെയ്യും ആ എമൗണ്ട് ഒന്നുകിൽ കോർട്ടിന് ഡയറക്റ്റ് അടയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഈ ഒരു ക്രെഡിറ്ററിന് ആ ഒരു ഡെപ്റ്ററിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റ് ചെയ്തിട്ട് ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറയും. അതിനെയാണ് ഓർഡർ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗാർണിഷി ഓർഡറിൽ ഇപ്പോൾ എമൗണ്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെപ്റ്ററിന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ ആ ബാലൻസ് ഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഗാർണിഷി ഓർഡർ പ്രകാരം ആ ഒരു ഗാർണിഷി ഓർഡറിൽ എമൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ ആ എൻറ്റയർ ബാലൻസും അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ ആയിരിക്കണം.
ഒരു ഗാർണിഷ് ഓർഡറിൽ റിലേഷൻഷിപ്പ് ചോദിക്കുവാണെങ്കിൽ ഡെപ്റ്റർ ക്രെഡിറ്റർ ആയിരിക്കണം. പിന്നെ സബ്സിക്വന്റ് ക്രെഡിറ്റ് എല്ലാ ക്ലാസ്സിലും ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ IT അറ്റാച്ച്മെന്റ് ഓർഡറിലാണെങ്കിൽ എന്താണ് വ്യത്യാസം? IT അറ്റാച്ച്മെന്റ് ഓർഡറിലാണെങ്കിൽ സബ്സിക്വന്റ് ക്രെഡിറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫണ്ടുകളെല്ലാം ആ ഒരു എമൗണ്ട് എത്രയാണോ അത് ആ ഡെപ്റ്റ് തീരുന്നത് വരെ IT അറ്റാച്ച്മെന്റ് ആക്ട് പ്രകാരം IT അറ്റാച്ച്മെന്റ് ഇൻകം ടാക്സ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന IT അറ്റാച്ച്മെന്റ് ഓർഡർ പ്രകാരം ആ ഒരു എമൗണ്ട് ആ ഒരു ഡെപ്റ്റ് എമൗണ്ട് എത്രയാണോ അത് എടുക്കുന്ന വരെ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഗാർണിഷ് ഓർഡറിൽ അങ്ങനെയല്ല. ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ എത്രയാണോ അക്കൗണ്ട് ബാലൻസ് അത് ആ ഒരു എമൗണ്ട് മാത്രമേ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റൂ. അതിന് ശേഷം വരുന്ന എമൗണ്ടുകളൊന്നും ഗാർണിഷ് ഓർഡറിൽ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചെക്ക് ഓൾറെഡി നമ്മൾ കളക്ഷന് വേണ്ടി അയച്ചിട്ടുള്ള ചെക്കിന് ഇത് ആപ്ലിക്കബിൾ ആവത്തില്ല. ഗാർണിഷ് ഓർഡർ അപ്ലൈ ആവത്തില്ല. ചെക്ക് കളക്ഷന് വേണ്ടി അയച്ച ചെക്കുകൾക്ക് ഈ ഒരു ഗാർണിഷ് ഓർഡർ ആപ്ലിക്കബിൾ ആവത്തില്ല. സബ്സിക്വന്റ് ക്രെഡിറ്റ് ആപ്ലിക്കബിൾ ആകത്തില്ല. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ നെയിമിൽ ഇഷ്യൂ ചെയ്ത ഒരു വ്യക്തിയുടെ പേരിൽ ഇൻഡിവിജ്വലിന്റെ പേരിൽ ഇഷ്യൂ ചെയ്ത ഗാർണിഷ് ഓർഡർ എന്ന് പറയുന്നത് ജോയിന്റ് അക്കൗണ്ടിൽ ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ, ഗാർണിഷ് ഓർഡർ ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ് ഒരു സിംഗിൾ നെയിമിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അക്കൗണ്ട് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. ജോയിന്റ് അക്കൗണ്ടിൽ നമുക്ക് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ജോയിന്റ് നെയിംസിലാണെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ഉള്ള രണ്ടുപേരുടെ പേരിലാണ് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജോയിന്റ് അക്കൗണ്ടും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞ ഡിഫറൻസ് ഓക്കെ അല്ലേ? ഓക്കെ, ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടിന്റെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അക്കൗണ്ട് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റൂ. ജോയിന്റ് അക്കൗണ്ട് പറ്റത്തില്ല. ഇനി ജോയിന്റ് നെയിംസിൽ വരുന്ന ഗാർണിഷ് ഓർഡർ ആണെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ജോയിന്റ് അവർ രണ്ടുപേര് ചേർന്ന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിൽ ബാലൻസ് ആ ഒരു സ്പെസിഫിക് ഓർഡറിൽ ഗാർണിഷ് ഓർഡറിൽ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെയർ എമൗണ്ടും അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഗാർണിഷ് ഓർഡർ എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറിന്റെ പേരിലാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഫേമിന്റെ അക്കൗണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു പാർട്ട്ണർ, അതായത് പാർട്ട്ണർഷിപ്പിൽ ഇപ്പൊ 5 പേരുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തിയുടെ പേരിലാണ് ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഒരിക്കലും ആ ഒരു പാർട്ട്ണർഷിപ്പ് മൊത്തത്തിലുള്ള 5 പേരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. സബ്സിക്വന്റ് ക്രെഡിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേമിന്റെ പേരിലോ ഒരു ട്രസ്റ്റിന്റെ പേരിലോ കമ്പനിയുടെ പേരിലോ ഗാർണിഷ് ഓർഡർ ഇറക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗാർണിഷ് ഓർഡറും IT അറ്റാച്ച്മെന്റ് ഓർഡറും ഒരേ സമയം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓർഡറിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IT അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് പ്രാധാന്യം. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന IT അറ്റാച്ച്മെന്റിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരേ സമയം ഗാർണിഷ് ഓർഡറും IT അറ്റാച്ച്മെന്റ് ഓർഡറും ഇട്ട് കഴിഞ്ഞാൽ അതിൽ IT അറ്റാച്ച്മെന്റ് ഓർഡറിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, IT അറ്റാച്ച്മെന്റ് പ്രകാരം സബ്സിക്വന്റ് ക്രെഡിറ്റും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗാർണിഷ് ഓർഡർ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സ്വിഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ജർമ്മനി, ബ്രസൽസ്, ഇറ്റലി, ജപ്പാൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബ്രസൽസ് ആണ്. സ്വിഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. ഇപ്പൊ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ സ്വിഫ്റ്റ് കോഡിനെയാണ് BIC എന്നും അറിയപ്പെടും. സ്വിഫ്റ്റ് കോഡിനെ തന്നെയാണ് BIC എന്ന് അറിയപ്പെടുന്നത്, ബാങ്ക് ഐഡന്റിഫയർ കോഡ്. അപ്പോൾ സ്വിഫ്റ്റ് കോഡിനെയാണ് BIC എന്ന് അറിയപ്പെടുന്നത്, ബാങ്ക് ഐഡന്റിഫയർ കോഡ്. is a unique alphanumeric identifier assigned to bank and financial institution globally. ഇതെന്ന് പറയുന്നത് ഒരു യുണീക്ക് ആൽഫാന്യൂമറിക് നമ്പർ ആണ്. ഒരു ബാങ്കിങ് ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൽഫാന്യൂമറിക് ഐഡന്റിഫയർ കോഡാണ് എന്തെന്ന് പറയുന്നത് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഓരോ ബാങ്കിനും ഓരോ സ്വിഫ്റ്റ് കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ,
It ensures that international money transfer reach the correct bank and branch securely. അതായത് ബാങ്കുകൾ തമ്മിൽ പണമിടപാടൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അതായത് സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജിങ് സൊല്യൂഷൻ ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കുകൾ തമ്മിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്ക്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ആ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ബാങ്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെസ്സേജിങ് സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. ഇതുവഴി ഫണ്ട് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആക്ച്വലി ഫണ്ട് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ്, അത് എമൗണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്വിഫ്റ്റ് കോഡിലൂടെയാണ്. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ റീച്ച് ദ കറക്റ്റ് ബാങ്ക് ആൻഡ് ബ്രാഞ്ച് സെക്യൂർലി. അപ്പോൾ ഇതുവഴി നമുക്ക് സ്വിഫ്റ്റ് കോഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ബാങ്കിൽ തന്നെയാണോ ഫണ്ട് കിട്ടിയത് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഈ സ്വിഫ്റ്റ് കോഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, the primary purpose of SWIFT code is to facilitate secure communication between bank during cross border transaction. ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ പല ബാങ്കുകൾ തമ്മിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സ്വിഫ്റ്റില് എത്ര ഡിജിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 to 11 ആണ്. 8 മുതൽ 11 ഡിജിറ്റ് കോഡാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് എത്ര ഡിജിറ്റ് ആണ്? 8 മുതൽ 11 ഡിജിറ്റ് കോഡാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 4 ലെറ്റർ എന്ന് പറയുന്നത് ബാങ്ക് കോഡാണ്. ബാങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് 4 കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് 4 കോഡ് എന്ന് പറയുന്നത് ബാങ്ക് കോഡാണ്. നെക്സ്റ്റ് 2 ലെറ്റർ എന്ന് പറയുന്നത് കൺട്രി കോഡാണ്. അപ്പോൾ ഫസ്റ്റ് 4 ലെറ്റർ എന്ന് പറയുന്നത് ബാങ്ക്, നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് കൺട്രി കോഡ്, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന 2 ക്യാരക്ടർ എന്ന് പറയുന്നത് ലൊക്കേഷൻ കോഡ് അല്ലെങ്കിൽ സിറ്റി കോഡ് ആയിരിക്കും. ലൊക്കേഷൻ കോഡ് അല്ലെങ്കിൽ സിറ്റി കോഡ്, അല്ലെങ്കിൽ ആ ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെ സൂചിപ്പിക്കുന്ന കോഡായിരിക്കും നെക്സ്റ്റ് 2 ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് 3 ക്യാരക്ടർ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആയിരിക്കും. അത് ബ്രാഞ്ച് കോഡാണ്. ആ ഒരു ബാങ്കിന്റെ സ്പെസിഫിക് ബ്രാഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് ബ്രാഞ്ച് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വിഫ്റ്റ് കോഡ് എത്ര ഡിജിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 to 11 കോഡ് ആണ്, ആൽഫാന്യൂമറിക് കോഡാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് 4 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് കോഡാണ്. ഓക്കെ, ബാങ്കിന്റെ പേരായിരിക്കും ഫസ്റ്റ് 4 ലെറ്റർ സൂചിപ്പിക്കുന്നത്. പിന്നെ കൺട്രി കോഡാണ്. നെക്സ്റ്റ് 2 ലെറ്റർ എന്ന് പറയുന്നത് കൺട്രി കോഡാണ്. ലൊക്കേഷൻ കോഡാണ്. നെക്സ്റ്റ് 2 കോഡ് എന്ന് പറയുന്നത് ലൊക്കേഷൻ കോഡാണ്. പിന്നെ അവസാനം വരുന്ന 3 എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ഓക്കെ, സ്പെസിഫിക് ബ്രാഞ്ച് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 3 ഡിജിറ്റ് എന്ന് പറയുന്നത്. അത് കമ്പൾസറി അല്ല. ഓക്കെ, അപ്പൊ 8 മുതൽ 11 ഡിജിറ്റ് കോഡാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ May 3, 1973 മെയ് 3, 1973 സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, മെയ് 3, 1973 സ്വിഫ്റ്റ് കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, സ്വിഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസൽസിലാണ്. അതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ. ഹെഡ് ക്വാർട്ടേഴ്സ്, സ്വിഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസിലായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ DFHI സെറ്റപ്പ് ചെയ്തത് ഏത് വർഷം എന്നാണ് ഇവിടെ ചോദ്യം. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ DFHI വന്നത് 1988. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത് 1988. ഓക്കെ, so Discount and Finance House of India (DFHI) is a money market institution incorporated in March 1998 and it commenced operation in April 1988. Okay, അപ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ DFHI എന്ന് പറയുന്നത് ഒരു മണി മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഇൻകോപ്പറേറ്റ് ചെയ്തത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 1998 സെറ്റപ്പ് ചെയ്തത്. പക്ഷെ അത് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 1988. ഇപ്പൊ 2 ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. DFHI സെറ്റപ്പ് ചെയ്തത് മാർച്ച് 8, 1988 ഒഫീഷ്യലി കമൻസ്ഡ് ഓപ്പറേഷൻ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 1988.
അപ്പോൾ ഈ ഒരു DFHI എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്മിറ്റി, റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഗൂൾ കമ്മിറ്റിയാണ്. വഗൂൾ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ DFHI റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഗൂൾ കമ്മിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഈ DFHI റെക്കമെൻഡ് ചെയ്ത ഏത് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഗൂൾ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഇത് സെറ്റപ്പ് ചെയ്തത് RBIയും ജോയിന്റ്ലി RBIയും പബ്ലിക് സെക്ടർ ബാങ്കും അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു DFHI സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ DFHI സെറ്റപ്പ് ചെയ്തത് RBI, ജോയിന്റ്ലി ബൈ RBI വിത്ത് പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് ആൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. RBI പബ്ലിക് സെക്ടർ ബാങ്കും അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ചേർന്നിട്ട് ജോയിന്റ്ലി സെറ്റപ്പ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, DFHI എന്ന് പറയുന്നത്. റെക്കമെൻഡേഷൻ പറഞ്ഞു, വഗൂൾ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് സ്മൂത്തനിങ് ഓഫ് ദ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ഇംബാലൻസ്. ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ഇംബാലൻസിനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ലിക്വിഡിറ്റി സഫിഷ്യൻസി വരാതെ ആ ഒരു ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, DFHI എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി ഇംബാലൻസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് DFHI എന്ന് പറയുന്നത്. ഡേറ്റ് ഓർത്തിരിക്കുക, സെറ്റപ്പ് ചെയ്തത് മാർച്ച് 1988-ലും കമൻസ് ചെയ്തത് ഏപ്രിൽ 1988-ലാണ്. ഓക്കെ, റെക്കമെൻഡേഷൻ വഗൂൾ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Chakravarti committee was formed by dash for review the nation's monetary system. ചക്രവർത്തി കമ്മിറ്റി ഫോം ചെയ്തത് ഏത് RBI ആണോ, നബാർഡ് ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. RBI ആണ് ഈ ചക്രവർത്തി കമ്മിറ്റി, അതായത് മോണിറ്ററി സിസ്റ്റത്തിന് വേണ്ടി, മോണിറ്ററി സിസ്റ്റം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്. ആ കമ്മിറ്റി ഫോം ചെയ്തത്, അതായത് ഈ ഒരു മോണിറ്ററി സിസ്റ്റം ഫോം ചെയ്തത് RBI ആണ്. ഓക്കെ, അതായത് ചക്രവർത്തി കമ്മിറ്റി വാസ് ഫോംഡ് ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് മോണിറ്ററി സിസ്റ്റം. മോണിറ്ററി സിസ്റ്റത്തിന്റെ വർക്കിംഗ് റെഗുലേറ്റ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തതാണ് RBI എന്ന് പറയുന്നത്. RBI ആണ് സെറ്റപ്പ് ചെയ്തത്. ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBI ആണ്. ഡിസംബർ 1982-ലാണ്. ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് PYQ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഷോർട്ട് നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത് ഫോം ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കമ്മിറ്റിയാണ് ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് സെറ്റപ്പ് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക, ഡിസംബർ 1982-ലാണ്. RBI ആണ് ഈ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ചെയർമാൻ ആയിരുന്നു പ്രൊഫസർ സുഗമോയ് ചക്രവർത്തി. അപ്പൊ സുഗമോയ് ചക്രവർത്തി ആയിരുന്നു ഈ ഒരു കമ്മിറ്റി, ഈ ഒരു മോണിറ്ററി സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ സുഗമോയ് ചക്രവർത്തി ആയിരുന്നു. ഇസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് എക്കണോമിസ്റ്റ് ആൻഡ് ഫോർമർ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ഫോർമർ ഒരു എക്കണോമിസ്റ്റും ആയിരുന്നു, അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ പഞ്ചവത്സര പദ്ധതിയുടെ ആ ഒരു ടീമിലെ മെമ്പറും കൂടെ ആയിരുന്നു ആരെന്ന് പറയുന്നത് ഈ പ്രൊഫസർ സുഗമോയ് ചക്രവർത്തി എന്ന് പറയുന്നത്. Okay, the committee was of the view that banks should have greater freedom in determining their lending rate. അതായത് ഈ ഒരു കമ്മിറ്റിയുടെ പ്രധാന റെക്കമെൻഡേഷൻ ആയിരുന്നു ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുക. അവർ ലെൻഡിങ് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ബാങ്കിന് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക, ഡിസംബർ 1982-ലാണ് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, സുഗമോയ് ചക്രവർത്തി ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡേറ്റും കൂടെ ഓർത്തിരിക്കുക, ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏപ്രിൽ 1985-ലായിരുന്നു. ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ഡേറ്റ്
എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 1982-ലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 1985-ലാണ്. ഏപ്രിൽ 1985-ലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത സമയത്ത് RBIയുടെ ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഓക്കെ, ആ കാര്യം കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ചക്രവർത്തി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത സമയത്ത് RBI ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, മൻമോഹൻ സിംഗിന്റെ ലീഡർഷിപ്പിലായിരുന്നു ഈ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ RBI ഗവർണർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏപ്രിൽ 1985-ലായിരുന്നു. അതായത് ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മോണിറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, പണപ്പെരുപ്പിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി ആയിരുന്നു ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ആ ഒരു ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആ എക്കണോമിക് സ്റ്റെബിലിറ്റി ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രീഡം ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കുകൾക്ക് അവരുടെ ഇൻട്രസ്റ്റ്, ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം കുറച്ചുകൂടെ ലിബറൽ ആക്കി കൊടുക്കുക. ഇപ്പൊ RBI ആണ് ഗൈഡ് ചെയ്യുന്നതെങ്കിലും അതിന് കുറച്ച് ആ ഒരു ലെൻഡിങ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ കുറച്ച് ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു റെക്കമെൻഡേഷനും കൂടെ ഈ കമ്മിറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് മാനേജ്മെന്റ്, അതായത് ഇപ്പൊ ക്രെഡിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ വായ്പ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാനായിട്ട് എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ലോണ് കൊടുത്തു, ആ കസ്റ്റമേഴ്സ് തിരിച്ച് പ്രോപ്പറായിട്ട് ലോണ് തിരിച്ചടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അധികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈടാക്കാനും അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൃത്യമായിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഒന്നുകൂടെ പറയാം, ക്രെഡിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ലോൺ എടുത്തിട്ട് അത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അധികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യണമെന്നും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ക്രെഡിറ്റ് വർത്തിനെസ് അനുസരിച്ച് ആ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യണമെന്നും ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഫിസിക്കൽ പോളിസി, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ്ങിനെയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസിയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ RBIക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കാനായിട്ട്, അതായത് RBI ഇന്ത്യയുടെ എല്ലാ ബാങ്കിനെയും റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് RBIനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണമെന്നും ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അപ്പൊ പ്രധാന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷന്റെ ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് ഏത് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്, ഈ ചക്രവർത്തി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, ചക്രവർത്തി കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ കുറച്ച് ഫ്രീഡം കൊണ്ടുവരാനായിട്ട് ബാങ്കുകൾക്ക് അവരുടേതായ കുറച്ച് താല്പര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ്, അവർ കൊടുക്കുന്ന ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ലിബറൽ ആക്കി കൊടുക്കണമെന്ന് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. പിന്നെ അതുപോലെ ലോൺസ് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഓവറായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഓരോ കസ്റ്റമേഴ്സിന്റെയും ക്രെഡിറ്റ് വർത്തിനെസ്, ക്രെഡിറ്റ് ലിമിറ്റ് അനുസരിച്ച് അവരെ ക്ലാസിഫൈ ചെയ്യാനും ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഫിസിക്കൽ പോളിസിയും ഗവൺമെന്റ് മോണിറ്ററി പോളിസിയും തമ്മിലൊരു പ്രോപ്പർ കോർഡിനേഷൻ വേണമെന്ന് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. RBIക്ക് കുറച്ചുകൂടെ സ്വയംഭരണ അധികാരം കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരുടെ RBIനെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണമെന്ന് ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചക്രവർത്തി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഡിസംബർ 1982-ലാണ് സെറ്റപ്പ് ചെയ്തത്. RBI ആണ് ഈ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സുഗമോയ് ചക്രവർത്തി ആയിരുന്നു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് ഓർത്തിരിക്കുക, ഏപ്രിൽ 1985-ലാണ് ഈ ഒരു ചക്രവർത്തി കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Certificate of deposit was launched in India in the year dash to expand money market option. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്?
1989 ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1989 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1989 സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ CD എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ആണ് ദാറ്റ് പേസ് എ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ യുവർ ഡെപ്പോസിറ്റ് ഫോർ ആൻ എഗ്രീഡ് അപ്പോൺ പീരീഡ്. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട് ആണ്. അതിന് ഫിക്സഡ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് CD-യിൽ നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോ സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും, ചിലപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 1989 ജൂൺ 1989 അതുപോലെ തന്നെ ജൂലൈന്നും കണ്ടിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ജൂൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ചോദിക്കുകയാണെങ്കിൽ 1989 ജൂൺ 1989 സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഗൂൽ കമ്മിറ്റിയാണ്. വഗൂൽ കമ്മിറ്റി 1987 റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് റെക്കമെൻഡ് ചെയ്തത് വഗൂൽ കമ്മിറ്റിയാണ്. 1987 ഈ ഒരു റെക്കമെൻഡേഷൻ വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിരിക്കും. പിന്നെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ടേം എന്ന് പറയുന്നത് മിനിമം ടെനർ എന്ന് പറയുന്നത് 7 ഡേയ്സും മാക്സിമം ആണെങ്കിൽ 1 ഇയർ ആയിരിക്കും. ഒരു ബാങ്ക് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, CD ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് ആണെങ്കിൽ മിനിമം എന്ന് പറയുന്നത് 7 ഡേയ്സും അതുപോലെ തന്നെ മാക്സിമം ടെനർ എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ടു 3 ഇയർ ആയിരിക്കും. അപ്പൊ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ബാങ്ക് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 7 ഡേയ്സും അതുപോലെ തന്നെ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആയിരിക്കും. ഇനി മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ടു 3 ഇയർ ആയിരിക്കും. ഓക്കെ, അവിടെ നമുക്ക് വരുന്നത് മിനിമം 7 ഡേയ്സ് തന്നെയാണ്, പക്ഷെ മാക്സിമം പീരീഡിലാണ് ചേഞ്ച് വരുന്നത്. മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മാക്സിമം പീരീഡിൽ 1 ഇയർ ടു 3 ഇയർ ആണ് മെച്യൂരിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്തത് 1989 ജൂൺ 1989 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു സേവിങ്സ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ് സെക്യൂരിറ്റി ആണ് എന്തെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ മിനിമം 7 ദിവസവും മാക്സിമം 1 വർഷവും, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ടു 3 ഇയർ ആയിരിക്കും. റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് വഗൂൽ കമ്മിറ്റിയാണ് 1987 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ റെക്കമെൻഡേഷൻ വന്നത് 1987 വഗൂൽ കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ പാർട്ടി ഹു ഗീവ്സ് ഗ്യാരണ്ടി ടു പേയ്മെന്റ് ഓഫ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ പേയ്മെന്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ആരാണ്? പേയി ആണോ, കൺസൈനർ ആണോ, എൻഡോർസർ ആണോ, ബാങ്ക് ആണോ? ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബാങ്ക് ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് എമൗണ്ട് ഒരു ബാങ്കറിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാം ഫീസ് അതേപോലെ തന്നെ അഡ്മിഷൻ ഫീസ് മറ്റു ഫീസുകളെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ പോയി DD എടുക്കും. അത് പ്രീപെയ്ഡ് ആണ്. നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം ബാങ്ക് നമുക്ക് റെസിപ്റ്റ് തരും. ആ ഒരു പേയ്മെന്റ് ബാങ്ക് റിസീവ് ചെയ്തതിന് ശേഷം ഏത് ബാങ്കിലാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ആ എമൗണ്ട് എന്ന് പറയുന്നത് ചെക്കിനെ പോലെ തന്നെ
ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 month ആണ്. ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ 3 month വരെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ആണ്. അതിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ബാങ്ക് ആണ്. ഓക്കെ, ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുൻകൂട്ടി അക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേയ്മെന്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് ബാങ്ക് തന്നെയായിരിക്കും. പിന്നെ ഡിസോണർ ആവത്തില്ല. ഇതൊരു പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഡിസോണർ ആവത്തില്ല. ഇനിയിപ്പോ 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വാലിഡിറ്റി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു റീവാലിഡേഷൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വാലിഡിറ്റി നോർമലി ചോദിക്കുകയാണെങ്കിൽ 3 month എന്ന് തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. ഓക്കെ, ഈവൻ വിത്തൗട്ട് എ ബാങ്ക് അക്കൗണ്ട് എനിവൺ ക്യാൻ ഗെറ്റ് എ DD ബൈ പേയിങ് ക്യാഷ് ടു ദ ബാങ്ക്. ഇപ്പൊ നമുക്ക് ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് പോയി DD എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ അക്കൗണ്ട് വേണമെന്നൊന്നും നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ക്യാഷും അതേപോലെ തന്നെ DDക്ക് ഒരു ഫോം ഉണ്ട്. ആ ഫോമും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് DD ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഒരു സെക്യൂർഡ് പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഏത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വാലിഡിറ്റി 3 month ആണ്. പിന്നെ അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത DD ഒരിക്കലും നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ DDന്റെ പേയ്മെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് നമ്മൾ DD കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എക്സാം ഫീസ് അടയ്ക്കാൻ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് മറ്റ് ലാർജ് ഒഫീഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ വാലിഡിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്കിൽ പോയി ഒരു റീവാലിഡേഷൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാലിഡിറ്റി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. പിന്നെ ചെക്ക് ഡിസോണർ ആവുന്ന പോലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരിക്കലും ഡിസോണർ ആവത്തില്ല. ഓക്കെ, പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഡിസോണർ ആവത്തില്ല. ഓക്കെ, പേയ്മെന്റിന് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ പേയ്മെന്റിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? Okay. Next question. SLR is maintained by the bank in which form? Statutory liquidity ratio. അതാണ് SLR എന്ന് പറയുന്നത്. SLR മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ഫോമിൽ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. സെക്യൂരിറ്റീസ്, ക്യാഷ്, ഗോൾഡ്. ഇപ്പൊ CRR ആണെങ്കിൽ നമ്മൾ ക്യാഷ് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണെങ്കിൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ഗോൾഡിന്റെ ഫോമിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ SLR എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. റെഫേഴ്സ് ടു ദ മാൻഡറ്ററി മിനിമം പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ദാറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ മസ്റ്റ് മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് ഹൈലി ലിക്വിഡ് അസറ്റ് സച്ച് ആസ് ക്യാഷ്, ഗോൾഡ് ഓർ അപ്രൂവ്ഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പൊ SLR നമുക്ക് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിന്റെ NDTLന്റെ ടോട്ടൽ NDTLന്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബാങ്ക് സ്വന്തം കൈവശം വെച്ചിരിക്കണം, ബാങ്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. CRR ആണെങ്കിൽ നമ്മൾ RBI ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ക്യാഷ് ആയിട്ട് RBI ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷെ SLR ആണെങ്കിൽ എന്താണ്, അവരുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിന്റെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അതിന് ആ ഒരു പെർസെൻറ്റേജിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ SLR ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് യൂസിങ് ദ ഫോർമുല. അപ്പോൾ SLR റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ലിക്വിഡ് അസറ്റ് ബൈ ഡിവൈഡഡ് ബൈ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ് ഇൻറ്റു 100. അപ്പോൾ SLR റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ ലിക്വിഡ് അസറ്റ് ബൈ NDTL ഇൻറ്റു 100 ആണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ SLRനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് BR ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 24 SLR മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. പിന്നെ സെക്ഷൻ 56 പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 24 BR ആക്ടിലെ സെക്ഷൻ 24 അതുപോലെ തന്നെ സെക്ഷൻ 56 SLRനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ SLR ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാങ്ക് അവരുടെ എമൗണ്ട്, അവരുടെ ആ ഒരു ടോട്ടൽ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിന്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് ആ ഒരു റേറ്റ് കൂട്ടുന്ന അനുസരിച്ച് RBI ആ റേറ്റ് പറയുന്ന റേറ്റ് കൂട്ടുവാണെങ്കിൽ
അപ്പോൾ ഇൻഫ്ലേഷൻ ടൈമിൽ നമുക്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു SLR റേറ്റ് കൂട്ടുന്ന സമയത്ത് ബാങ്ക് അവരുടെ ലിക്വിഡ് മണി അല്ലെങ്കിൽ അവരുടെ ഗോൾഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ അതിന്റെ പെർസെൻറ്റേജിൽ ഇൻക്രീസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് മണി സപ്ലൈയിൽ ഡിക്രീസ് ഉണ്ടായിരിക്കും. ബാങ്ക് കൊടുക്കുന്ന ലോൺ, പബ്ലിക്കിന് കൊടുക്കുന്ന ലോണിന്റെ എമൗണ്ട് കുറയും. അവരുടെ ലിക്വിഡിറ്റി, ബാങ്കിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റിന്റെ അളവ് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഫ്ലേഷനെ നമുക്ക് SLR കൂട്ടുമ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ പറഞ്ഞത്? ഓക്കെ. Next question. Title of section 24 of the RBI Act. Title of section 24 of the RBI Act deals with. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിനോമിനേഷൻ ഓഫ് നോട്ട്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിനോമിനേഷൻ ഓഫ് നോട്ട്സ്. ഇവിടെ ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ക്വസ്റ്റ്യൻ SLRനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് സെക്ഷൻ 24 എന്ന് കണ്ടപ്പോഴത്തേക്ക് ഉടനെ എടുത്ത് SLR എന്ന് എഴുതി, മെയിൻറ്റെയിനിങ് SLR എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് RBI ആക്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണോ RBI ആക്ട് ആണോ എന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ എഴുതുക. അപ്പോൾ സെക്ഷൻ 24 എന്ന് പറയുന്നത് RBI ആക്ട് 1934 RBI ആക്ട് പ്രകാരം സെക്ഷൻ 24 എന്ന് പറയുന്നത് ഡിനോമിനേഷൻ ഓഫ് നോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 24 ഓഫ് ദ RBI ആക്ട് എന്ന് പറയുന്നത് ദിസ് സെക്ഷൻസ് ഡീൽസ് വിത്ത് ഡിനോമിനേഷൻ ഓഫ് ബാങ്ക് നോട്ട്. ബാങ്ക് നോട്ടിന്റെ ഡിനോമിനേഷൻ 10, അതേപോലെ തന്നെ 100, 500 അങ്ങനെ ഡിനോമിനേഷനെ കുറിച്ച്, കറൻസി നോട്ടിന്റെ ഡിനോമിനേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് RBI ആക്ടിലെ സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോട്ടിന്റെ, ബാങ്ക് നോട്ടിന്റെ അല്ലെങ്കിൽ കറൻസി നോട്ടിന്റെ ഡിനോമിനേഷൻ ഫിക്സ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് RBIക്കും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനുമാണ് ഇതിന്റെ അധികാരം എന്ന് പറയുന്നത്. ഒരു നോട്ടിന്റെ ഡിനോമിനേഷൻ ഫിക്സ് ചെയ്യാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBIക്കും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനുമാണ് അതിന്റെ റൈറ്റ് വരുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 22 എന്ന് പറയുന്നത്, RBI ആക്ടിലെ സെക്ഷൻ 22 എന്ന് പറയുന്നത് കൺഫേഴ്സ് ദ റൈറ്റ് ടു ദ RBI ടു ഇഷ്യൂ ബാങ്ക് നോട്ട്. ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 22 ആണ്. ഇപ്പൊ സെക്ഷൻ 24 എന്ന് പറയുന്നത് ഡിനോമിനേഷൻ ഓഫ് ബാങ്ക് നോട്ടും സെക്ഷൻ 22 എന്ന് പറയുന്നത് റൈറ്റ് ടു RBI ടു ഇഷ്യൂ ബാങ്ക് നോട്ട് ഇൻ ഇന്ത്യ. ബാങ്ക് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന്റെ റൈറ്റിനെ കുറിച്ച്, RBI ആണ് സോൾ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റൈറ്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 26 എന്ന് പറയുന്നത് ഡിഫൈൻസ് ലീഗൽ ടെൻഡർ. അതിനു മുമ്പ് തന്നെ സെക്ഷൻ 23 ഉണ്ട്. സെക്ഷൻ 23 എന്ന് പറയുന്നത് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. ബാങ്ക് കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് സെക്ഷൻ 23 പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 25 എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബാങ്ക് നോട്ടാണ്. ആ ഒരു ബാങ്ക് നോട്ടിന്റെ ഡിസൈനും അതേപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽ, അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, പ്രിന്റിങ്, അതിനെക്കുറിച്ചെല്ലാം പറയുന്നത് സെക്ഷൻ 25 ഫോംസ് ഓഫ് ബാങ്ക് നോട്ടിനെ കുറിച്ച് പറയുന്നത് RBI ആക്ടിലെ സെക്ഷൻ 25 ഇപ്പൊ നമ്മൾ പറഞ്ഞ സെക്ഷൻ 24 എന്ന് പറയുന്നത് ഡിനോമിനേഷൻ ഓഫ് ബാങ്ക് നോട്ട്, സെക്ഷൻ 22 എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്, സെക്ഷൻ 23 എന്ന് പറയുന്നത് ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 23 എന്ന് പറയുന്നത്. 25 എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബാങ്ക് നോട്ട്. ഇനി ലാസ്റ്റ് പറഞ്ഞത് സെക്ഷൻ 26 ആണ്, ഡിഫൈൻസ് ലീഗൽ ടെൻഡർ. ലീഗൽ ടെൻഡറിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 26 എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ RBI പുറത്തിറക്കുന്ന എല്ലാ ബാങ്ക് നോട്ടിന്റെയും എല്ലാ ബാങ്ക് നോട്ട് എന്ന് പറയുന്നത് ലീഗൽ ടെൻഡർ ഉണ്ട്. അതിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 26 എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ആ ഒരു ബാങ്ക് നോട്ടിനെ ഡിമോണിറ്റൈസ് ചെയ്യാനുള്ള അധികാരവും RBIക്ക് ഉണ്ട്. ഇതും പറയുന്നത് സെക്ഷൻ 26 ലീഗൽ ടെൻഡർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ടാണ് സെക്ഷൻ 26 പറയുന്നത്. ആ ഒരു RBI പുറത്തിറക്കുന്ന കറൻസി നോട്ടുകൾ എല്ലാം ലീഗൽ ടെൻഡർ ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ബാങ്ക് ഡിമോണിറ്റൈസ് ചെയ്യാനുള്ള അധികാരവും RBIക്ക് ഉണ്ട്. ഇതാണ് സെക്ഷൻ 26 പറയുന്നത്. പിന്നെ കറൻസി പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് മെയിൻലി 4 ലൊക്കേഷനിലാണ്, ഇന്ത്യയിൽ 4 ലൊക്കേഷനിലാണ് കറൻസി പ്രിന്റിംഗ് പ്രസ് വരുന്നത്. നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, മൈസൂരിലുണ്ട്, അതേപോലെ സാൽബണി ഇൻ വെസ്റ്റ് ബംഗാൾ, മൈസൂരിലുണ്ട്, കർണാടകയിലെ മൈസൂരിൽ, അതുപോലെ തന്നെ
സാൽബണി, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ കറൻസി പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇന്ത്യയിൽ 4 ലൊക്കേഷനാണ് ഉള്ളത്. മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, അതേപോലെ കർണാടകയിലെ മൈസൂർ, ലാസ്റ്റ് പറഞ്ഞത് വെസ്റ്റ് ബംഗാൾ സാൽബണിയിലാണ്. സാൽബണി, വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പോ റേറ്റ് ഈസ് ആൾസോ നോൺ ആസ്. റിപ്പോ റേറ്റിനെ പറയുന്ന മറ്റ് പേര് എന്താണെന്നാണ് ചോദ്യം. ബേസ് റേറ്റ്, ബാങ്ക് റേറ്റ്, റീപർച്ചേസ് റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റ്. റിപ്പോ റേറ്റിനെ പറയുന്ന മറ്റ് പേരാണ് റീപർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പോ റേറ്റിനെയാണ് റീപർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് ഓർ റീപർച്ചേസ് റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വെൻ ദർ ഈസ് എ ഷോർട്ട് ഫാൾ ഓഫ് ഫണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഫണ്ട് ഷോർട്ടേജ് വരുമ്പോഴത്തേക്ക് RBI ഫണ്ട് ലെൻഡ് ചെയ്യും. അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർട്ടൻ പീരീഡിലേക്കായിരിക്കും ഇങ്ങനെ ലെൻഡ് ചെയ്യുന്നത്. ഓർ ഇൻ സിംപ്ലർ ടേംസ്, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ബാങ്ക് ബോറോ മണി ഫ്രം ദ സെൻട്രൽ ബാങ്ക് ഫോർ ഷോർട്ട് ടൈം നീഡ്, യൂഷ്വലി അഗെയിൻസ്റ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വെച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റിനെ തന്നെയാണ് റീപർച്ചേസ് റേറ്റ് എന്നും അറിയപ്പെടുന്നത്. ദിസ് മെക്കാനിസം അലോസ് സെൻട്രൽ ബാങ്ക് ടു റെഗുലേറ്റ് ലിക്വിഡിറ്റി ആൻഡ് മെയിൻറ്റെയിൻ മോണിറ്ററി സ്റ്റെബിലിറ്റി. അതായത് ലിക്വിഡിറ്റി റെഗുലേറ്റ് ചെയ്യാനായിട്ട്, എക്കോണമിയിലെ ലിക്വിഡിറ്റി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, മോണിറ്ററി മണി സപ്ലൈ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ലിക്വിഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് റിപ്പോ റേറ്റിനെ കണക്കാക്കുന്നത്. അപ്പോൾ റിപ്പോ റേറ്റിനെ പറയുന്ന മറ്റു പേരാണ് റീപർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 5.25 ആണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു ലെൻഡിങ് റേറ്റ് പഠിച്ചു വെക്കുക. റിപ്പോ, CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, MSF ഇതെല്ലാം നോക്കിയിട്ട് തന്നെ പോവുക. ഇപ്പോഴത്തെ റേറ്റ് ആണ് പറയുന്നത് 5.25% ആണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോസിംഗ് ഓഫ് ചെക്ക് ഈസ് ഗവേൺഡ് അണ്ടർ ഡാഷ് ആക്ട്. ക്രോസിംഗ് ഓഫ് ചെക്ക് ഈസ് ഗവേൺഡ് അണ്ടർ ഡാഷ് ആക്ട്. RBI ആക്ട്, സ്റ്റാമ്പ് ആക്ട്, BR ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അപ്പൊ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ്. ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത് ഗവേൺ ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്, ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ given to the paying banker to pay the amount of the check through a banker only and not directly to the person presenting it at the counter. അതായത് ക്രോസിംഗ് എന്ന് പറയുന്നത് ഒരു പേയിങ് ബാങ്കറിന് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് ആ ഒരു ചെക്കുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ക്യാഷ് ആയിട്ട് ബാങ്ക് കൗണ്ടറിലൂടെ ക്യാഷ് ആയിട്ട് കൊടുക്കരുത്, ആ ഒരു അക്കൗണ്ട് ത്രൂ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പേയിങ് ബാങ്കറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനെയാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ട്ലി ആ ഒരു പേഴ്സൺ നമ്മൾ ബാങ്ക് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ക്രോസ് ചെയ്തിട്ടുള്ള ചെക്കാണെങ്കിൽ നമുക്ക് ക്യാഷ് കയ്യിൽ തരത്തില്ല, പകരം അക്കൗണ്ട് ത്രൂ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചെക്കിൽ ക്രോസ് ചെയ്യുന്നത്, ക്രോസിങ്ങിനെ കുറിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടില് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 123 to 131 ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 123 to 131 ആണ് ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരു ചെക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെ ക്രോസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്രോസ് ചെയ്യാത്ത ചെക്ക് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആ ചെക്ക് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. പക്ഷെ അതിന് പകരം നമ്മളിപ്പോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് തന്നെ ഈ ഒരു പേയ്മെന്റ് പോകുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പൊ അതിന് ഒരു ലീഗാലിറ്റി കിട്ടാനും അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടിയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെക്ക് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്നത് ബാങ്ക് കൗണ്ടറിൽ നിന്നും ആ ഒരു പൈസ കിട്ടാതെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കസ്റ്റമർ ആരാണോ ബെനിഫിഷ്യറി അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേയിങ് ബാങ്കറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
123 to 131 ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ക്രോസിങ്. ടൈപ്പ് ഓഫ് ക്രോസിങ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ക്രോസിംഗ് ആണ് ഉള്ളത്. ജനറൽ ക്രോസിംഗും ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ ക്രോസിംഗും ഉണ്ട്. ജനറൽ ക്രോസിംഗും ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗും ഉണ്ട്. ജനറൽ ക്രോസിംഗിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 123ലാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 123ലാണ് ജനറൽ ക്രോസിംഗിനെ കുറിച്ച് പറയുന്നത്. അതായത് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചിട്ട് അതിൽ നമ്മൾ ആൻഡ് കോ എന്ന് എഴുതി കഴിഞ്ഞാൽ, ആൻഡ് കോ അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചെക്കില് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ആൻഡ് കോ എന്നോ അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്നോ എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ക്രോസ് ചെയ്ത ഒരു ചെക്ക് ഒരിക്കലും ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കത്തില്ല. ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ആ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഓക്കെ, അപ്പൊ അതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ജനറൽ ക്രോസിംഗ് സെക്ഷൻ 123 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ സെക്ഷൻ 123ലാണ് ജനറൽ ക്രോസിംഗിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് സെക്ഷൻ 124 ആണ്, സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 124ലാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ സെക്ഷൻ 124ലാണ് സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ബാങ്കറിന്റെ പേരുണ്ടെങ്കിൽ, പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, SBI എന്നോ അങ്ങനെ ബാങ്കറിന്റെ പേര് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. In the case of special crossing, a check must not be crossed by drawing 2 parallel transverse line. അതിൽ സ്പെഷ്യൽ ക്രോസിംഗിൽ പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനിന്റെ ആവശ്യമില്ല, നെസസറി അല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ബാങ്കറിന്റെ പേരുണ്ടെങ്കിൽ ആ ഒരു ചെക്ക് സ്പെഷ്യൽ ക്രോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 123യും സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ സെക്ഷൻ 124ലുമാണ് പറയുന്നത്. പിന്നെ നമുക്ക് ജനറലി പറയാനാണെങ്കിൽ അക്കൗണ്ട് പേയ് ക്രോസിംഗ് ഉണ്ട്. അക്കൗണ്ട് പേയ് ക്രോസിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, സേഫസ്റ്റ് ക്രോസിംഗ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് പേയ് ക്രോസിംഗ് ആണ്. അപ്പോൾ അക്കൗണ്ട് പേയ് ക്രോസിങ്ങിനെയാണ് റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് എന്നും അറിയപ്പെടും. ഓക്കെ, അക്കൗണ്ട് പേയ് ക്രോസിംഗ് എന്ന് പറയുന്നത് സേഫസ്റ്റ് ഫോം ഓഫ് ക്രോസിംഗ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് പേയ് ക്രോസിംഗ് ആണ്. അതിനെയാണ് റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് എന്നും പറയുന്നത്. പിന്നെ നമുക്കറിയാം ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത് ഒന്നിലധികം ബാങ്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചെക്ക് ബിഎസ് 2 സ്പെഷ്യൽ ക്രോസിംഗ്, 2 സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. അവിടെ സെക്കൻഡ് ബാങ്ക് ഫസ്റ്റ് ബാങ്കിന്റെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഡബിൾ ക്രോസിംഗിൽ സെക്കൻഡ് ബാങ്ക് ഫസ്റ്റ് ബാങ്കിന്റെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് ബാങ്ക് ഫസ്റ്റ് ബാങ്കിന്റെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഡബിൾ ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 127 ആണ് ഡബിൾ ക്രോസിംഗിനെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് സെക്ഷൻ 123യും സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത് സെക്ഷൻ 124ലുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഓക്കെ.